ഇപ്പോൾ ഫുള്ള് ഹൈഡിങ് മോഡാണ്. അതിലിപ്പോൾ നമ്മൾ കയ്യിലാത്ത കുപ്പായിട്ടാണ്ട് നടക്കുന്നുണ്ടാവും. ഹലോ എവരിവൺ. സോ നമ്മൾ ഷോൾഡർ വർക്കൗട്ട് ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്. പ്രീ വർക്കൗട്ട് എടുത്തു, പാമ്പോ ചെയ്തിട്ടോ. നോർമലി നമ്മൾ ചെയ്യാൻ എല്ലാ സ്ട്രെച്ചിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ചെറിയ ഡംബൽ എടുത്താണ്ട് പിന്നെ ഷോൾഡറൊക്കെ ഒന്ന് പമ്പ് ചെയ്ത് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടി നമ്മൾ ലാറ്ററലൈസ് ചെയ്തു. അതൊരു 15-20% ആ ഒരു ലെവൽക്ക് ജസ്റ്റ് ബ്ലഡ് ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് സൈഡിക്കും അതുപോലെ തന്നെ ഫ്രണ്ടിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സും പിന്നെ നമ്മൾ അപ്പറേറ്റോ പ്രസ് ഇതും ചെയ്തു. അങ്ങനെ പമ്പ് ചെയ്താൽ നിൽക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഷോൾഡറിൻ്റെ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഇതും അതുപോലെ തന്നെ ഇതും അത് ഇങ്ങനെ ലംബറോണ്ടല്ല, ടേബിളല്ല, റെസിസ്റ്റൻസ് ബാൻഡോട് ചെയ്തു. അപ്പോൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിസ്റ്റനിക്സിൻ്റെ കുറച്ച് മൂവ്സാണ്. അതിന് മുമ്പ് നമുക്ക് റിസ്റ്റ് റാമ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാലിസ്റ്റനിക്സ് മൂവ് ചെയ്യും. ബോഡി ഫാറ്റ് കമ്മി വരുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. നമ്മളെ ഫോറാംസിൻ്റെ ആ ഒരു സ്റ്റേഷൻസ് കണ്ടു വരുന്നുണ്ട്. ഇനി നമുക്ക് ആംസ് കളിക്കാനുണ്ടോ? ആംസാണ് ബൈസും ഫോറാംസും കളിക്കാനുണ്ട്. കാരണം ഇന്നലെ നമ്മൾ ട്രൈസെപ്സ് അല്ല, ബാക്ക് മാത്രം കളിച്ച് പോയതാണ്. അപ്പം ആംസും കളിക്കാണ്ട്. പിന്നെ വലിയ ടൈമില്ല. 12:30 മാക്സിമം ടൈമിൽ ഒരു 1:30 വരെയാണ്. അത് കഴിഞ്ഞാൽ പോകണം. കാരണം ജയിക്കാൻ പറ്റില്ല. ഫുഡ് ഉണ്ടാക്കാണ്ട് ചിക്കൻ വാങ്ങി പോയിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്യാൻ. എന്തായാലും വാമ്പ് കഴിഞ്ഞു. ഞാൻ കുറച്ച് കാലിസ്റ്റനിക്സിന് മുമ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഹാൻഡ് സ്റ്റാൻഡ് ഇടാണ്ടോ? ഇല്ല, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പോവാണ്. കുറെ ദിവസത്തിന് ശേഷമാണ് ചെയ്യണേ. ഫിംഗർമേ ബാലൻസ് ചെയ്യണ്. ആ ഒരു ഫിംഗർമേ ഇടോ. 1 2 3 4 5. അത് പ്രാക്ടീസ് എങ്ങനെ വരണം? ഞാൻ എപ്പോഴും ചെയ്യില്ല. എപ്പോഴും ചെയ്ത് നോക്കിയാൽ ശരിയാവും. ഫ്രണ്ട് ലെവർ, ബാക്ക് ലെവർ, അതുപോലെ തന്നെ പ്ലാൻസ്. അത് ചെയ്ത് ഞാൻ സെറ്റ് ആയി വരില്ല. മസിൽ കളി. ഹാംസ്ട്രിങ്സ് ഫുൾ പെയിനാണ്. ഹാംസ്ട്രിങ്സിന്റെ എന്താ റിക്കവർ ആവണില്ല. കുറെ ദിവസമായി. Four, 5, 6, 7. ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ലെഗ് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ. സോ ഫസ്റ്റ് വർക്കൗട്ട് ഷോൾഡർ പ്രസ് 24 kg. നമ്മൾ കുറേ കഴിഞ്ഞ ഷോൾഡർ പ്രസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും മിസ്റ്റേക്സും ഒക്കെ ഉണ്ടാവും. സോ യെസ്. അപ്പോൾ നമ്മൾ ഷോൾഡർ പ്രസ് മൂവ് സെറ്റ് ചെയ്തു. നമ്മൾ ഫ്രണ്ട് റൈസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് റൈസ് നമ്മൾ ചെറിയ ഡംബൽ ഒരു 6 kg വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം. ഒരു സൂപ്പർ സെറ്റ് രീതിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം നിൽക്കാം. എന്നിട്ട് നേരെ പൊക്ക ഹോൾഡ് ചെയ്യുക, മെല്ലെ താഴ്ത്തുക. പൊക്ക ഹോൾഡ് ചെയ്യുക, മെല്ലെ താഴ്ത്തുക. 3 4 5 6 7
8, 9, 10. അങ്ങനെ മാക്സിമം ചെയ്തു. അപ്പോൾ തന്നെ 1 by 1. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഓ, അപ്പൊ അങ്ങനെയാണ് ഫ്രണ്ട് ടച്ച് ചെയ്ത്. അതേപോലെ 2 സെറ്റോ 3 സെറ്റോ ചെയ്യും നമ്മൾ. ഫ്രണ്ട് ടച്ചിൽ കിട്ടി. ഇനി നമുക്ക് അടുത്തത് സൈഡാണ്. ഓക്കെ, സാധാരണ സൈഡ് ആയിട്ടാണ് ഫസ്റ്റ് കളിക്കുന്നത്. ഫ്രണ്ട് ആയിട്ട് കൊടുത്തതാണ്. നമ്മൾ ഫ്രണ്ട് ആയിട്ട് വീക്കാണ്. അപ്പോൾ ഫ്രണ്ട് ആയിട്ട് 2 കളി കളിച്ചു. ഷോൾഡർ പ്രസും അതേപോലെ തന്നെ ഫ്രണ്ട് റൈസും. നമ്മൾ സൈഡ് ആയിട്ട് ലാറ്ററൽ ഹെഡിന് നമ്മൾ ലാറ്ററൈസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെറിയൊരു ചെസ്റ്റ് സപ്പോർട്ട് ആയിക്കാണ്ട് ചെയ്യും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഈ ഒരു ഇതുകൊണ്ട് ഫോക്കസ് ചെയ്യണം. ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ നമുക്ക്. അപ്പോൾ ആ ഗ്യാപ്പ് കൊണ്ട് ഫോക്കസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഇതിന് ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്യാബൊന്നിലോ അല്ലെങ്കിൽ ഡംബലിലോ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയി ഓൺ ചെയ്യും. അവിടെ നമ്മൾ ഫിനിഷ് ചെയ്യും. പിന്നെ റേഡും ട്രാപ്സ് നമുക്ക് സീനാണ്. അധികം വെയിറ്റ് എടുക്കാൻ കഴിയില്ല നമുക്ക്. റോ ബാക്ക് അല്ല, നമ്മുടെ ലാക്സിന് ഇവിടെ കണ്ടൊരു പെയിൻ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പണി കിട്ടാൻ അറിയാം. എന്തായാലും നോക്കാം നമുക്ക്. ചിലപ്പോൾ ഞാൻ സ്ലിപ്പ് മെഷീൻ ഹെൽപ്പ് എടുക്കും. അപ്പോൾ പെട്ടെന്ന് എടുക്കാം, പൈസ എടുക്കാണ്ട്. അപ്പോൾ ക്ലിക്ക് ഇതിൻ്റെ ബാക്ക് വെച്ച് തന്നെ ലോഡ് എനിക്കുണ്ട്. നിൽക്കണല്ലേ? അതെ, നിൽക്കണം. അപ്പം നമുക്ക് ലാറ്ററൽ ചെയ്യാം. ഫസ്റ്റ് ടൈം എടുക്കാൻ പോകുന്നത് 10 kg ആണ്. 10 kg ഡംബിൾ എടുത്തു. ശരിക്കും 10 kg ആവശ്യമില്ല കേട്ടോ. ഈ ചെസ്റ്റ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ചെറിയ വെയിറ്റ് പോകാൻ നല്ല രീതിക്ക് ടെൻഷൻ കിട്ടും. നമ്മൾ ജസ്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 10 kg എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് കുറച്ച് ചെയ്യും. 3, 4, 5, 6, 7, 8, 9, 10, 11. കൊള്ളാം. ഇപ്പോൾ സൂപ്പർ സെറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതടിക്കാം, പക്ഷെ പോകില്ല. വെയിറ്റ് കുറച്ച് ഡ്രോപ്പ് അടിക്കാം. ഇപ്പോൾ വെയിറ്റ് കുറച്ച് 6 kg എടുത്തു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Oh, 11, 12, 13. വീണ്ടും ഡ്രോപ്പ് 4 kg. ഇനിയാണ് ശരിക്കില്ലേ ഇത് കിട്ടാൻ പോണത്. യെസ്, 4, 5, 6, 7, 8, 9. Yes, come on, Ali. 2, 3, 4, 5, 6. അപ്പൊ തന്നെ 2 kg എടുത്തു. വീണ്ടും 2, 3. ടെൻഷൻ ഇല്ലാവാൻ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. വെയിറ്റ് ഒന്നും വേണ്ട, വെയിറ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് കൈ മാത്രം. 4, 5, 6, 7, 8. Okay. 11, 12, 13, 14, 15. കൈ പൊങ്ങാത്ത രീതിക്കായിട്ട് സ്റ്റോപ്പായിട്ട് ഫ്ലെക്സ് ചെയ്ത് നോക്കാം. ഇത് പമ്പായിക്കോ ടച്ച് ചെയ്യാം. അപ്പോൾ പമ്പായിക്കോ
പോരാ പോരാ ഓ ഇതിപ്പോ ഫുള്ള് ഹൈഡ് മോഡാണ്. അതിലിപ്പോ നമ്മള് കയ്യിലാത്ത കുപ്പായിട്ടാണ്ട് നടക്കുന്നുണ്ടാവും. പേടിയാണ്. കയ്യിലാത്ത കുപ്പായിട്ട് വർക്കൗട്ട് ചെയ്താൽ പിന്നെ അടുത്ത ദിവസം നമ്മള് എന്ത് ചെയ്യാം, അസുഖം വന്നാണ് കടത്തിലാവാം. എന്തായാലും ഇതേപോലത്തെ സിസ്റ്റം അടിക്കുന്നുണ്ട്. അപ്പം ഇത് കാണാം. നല്ല ലേറ്റായി, പെട്ടെന്ന് തീർക്കണം. സെറ്റ് അടിച്ച് ഞാനേ 2 സെറ്റ് അടിക്കാൻ പോവാണ്. ഇതിന് കൂടുതൽ നമ്മൾ സൂപ്പർ സെറ്റ് കണ്ട് റിവേഴ്സ് പ്രൈസ് ക്യാബിളും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം അടിക്കണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്ട്രഗ് അടിക്കാം. ഞാൻ പറയുമ്പോൾ എനിക്ക് ഹെവി വെയിറ്റ് എടുക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ഒരു ആവറേജ് വെയിറ്റ് ഉണ്ടല്ലോ. അതിൽ റബ്സ് കൂട്ടിക്കാണ്ട് അടിച്ചാണ്, അപ്പം തന്നെ വീണ്ടും ഡ്രോപ്പൊക്കെ അടിച്ചാണ് അങ്ങനെ അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് ബാക്ക് സൈറ്റ് ആക്കിയിട്ട് ഇരിക്കാം, ലോക്ക് ചെയ്യാം. Four, 5, 6, 7, 8, 9, 10. അപ്പൊ തന്നെ നമ്മൾ അരിച്ചൊക്കെ വന്നിട്ടാണ്ട് ഊരടിക്കാം. 6 റെസ്റ്റ് പോലും കിട്ടാത്ത രീതിക്കാരായിരുന്നു അടിക്കും. കാണാനില്ല, കാരണം ഞാൻ പുറത്താണ്. അപ്പം നമ്മള് റിവേഴ്സ് പ്രൈസ് ആയ പോലെ തന്നെ നമ്മള് ഫെയിൽഡ് വരെ അടിക്കും. അധികം വെയിറ്റ് ഇടാൻ കഴിയില്ല. ഇതിന് ഒറ്റ വെയിറ്റ് ഇടാൻ ഫോക്കസ് എടുക്കാണ്ട് കളിക്കാം. ഹോൾഡ് ചെയ്യാൻ മെല്ലെ വിടാം. 3, 4, 5, 6, 7, 8. Nariga. 2, 3, 4. സോ നമ്മള് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ എടുക്കാൻ നോക്കി, പക്ഷേ നടക്കൂല. കറക്റ്റ് ലൈറ്റിങ് കിട്ടുന്നില്ല. അപ്പൊ നമ്മള് നോർമലായി കാണുന്ന അവിടുന്ന് ഇങ്ങോട്ട് എടുക്കാണ്. സോ പമ്പ് കവർ എടുക്കാൻ പോവാണേ. ചെക്ക് ചെയ്ത് നോക്കാം ഇത്രത്തോളം പമ്പ് അയക്കുന്നില്ല കാര്യം. ഇപ്പൊ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ പുറത്ത് റോഡാണ്. ആ റോഡിൽ പോകുന്ന ആൾക്കാർ മൊത്തം കാണും, കാരണം നമ്മുടെ ഗ്ലാസ്സാണ്, ചില്ലാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോവാം.